ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം എടുത്തറിയുന്ന ചില ചടങ്ങുകൾ ഓണത്തോടനുബന്ധിച്ച് കേരളക്കരയിൽ നടക്കാറുണ്ട്. അതിനെപ്പറ്റി പറയുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വീഡിയോ. കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാ പ്രദേശത്തെയും പ്രധാനപ്പെട്ട ചില ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഓണച്ചിന്തയിൽ ആദ്യം വരുന്നത് ഓണക്കൊയ്ത്ത് തന്നെയാണ്. മേടത്തിൽ തുടങ്ങി ചിങ്ങത്തിൽ കൊയ്ത്തോടെ വിരിപ്പ് കൃഷി അവസാനിക്കുന്ന കാലമാണ്. ഓണക്കൊയ്ത്തെന്നും ചിങ്ങക്കൊയ്ത്തെന്നും ഇതിന് പേരുണ്ട്. അശ്വതി ഞാറ്റുവേലയിൽ തുടങ്ങി ആയില്യം മകം ഞാറ്റുവേലകളിൽ തീരുന്ന പ്രധാന വിളവെടുപ്പ് കാലം. നമ്മുടെ നെല്ലറകളായ കുട്ടനാട്, പാലക്കാട് എന്നിവിടങ്ങളിൽ കൊയ്ത്തുത്സവത്തിൻ്റെ നാളുകളാണ്. ജന്മിമാരുടെ നിലങ്ങളിൽ കർഷക തൊഴിലാളിയുടെ അധ്വാനത്തിൻ്റെ ഫലപ്രാപ്തിയുടെ ദിവസങ്ങളായിരുന്നു അവ. കുട്ടനാടൻ കായൽ നിലങ്ങളിൽ പണ്ടുകാലത്ത് തൊഴിലാളികൾ കുടുംബസമേതമാണ് വള്ളങ്ങളിൽ കാലേ കൂട്ടിയെത്തും. അത്യാവശ്യം വേണ്ട സാധനങ്ങളുമായി എത്തുന്ന തൊഴിലാളികൾ കൊയ്ത്ത് കഴിയും വരെ പന്തൽ കെട്ടി വരമ്പുകളിൽ പാർക്കും. കൊയ്ത കറ്റകൾ പിന്നെ കെട്ടുകളാക്കി ഏറെ ദൂരം ചുമന്ന് കളങ്ങളിൽ എത്തിക്കും. കറ്റ മെതിക്കുന്നതിനും മെതിയുമെല്ലാം കഴിഞ്ഞ് പൊലിപ്പാട്ടുകൾ പാടി ആഘോഷത്തോടുകൂടി പൊലി അളക്കുകയും പൊലി അളന്നാൽ 7-1 എന്ന കൊയ്ത്തുകൂലിയും കിട്ടും. മെതി തീർത്ത് കളം പിരിയുമ്പോൾ ജന്മി നൽകിയിരുന്ന തുച്ഛമായ കൂലി അവർ മേടിച്ച് ഓണത്തിനുള്ള തയ്യാറെടുപ്പിലേക്ക് വരും. കർക്കിടകത്തിലെ കർത്തവാവ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായർ ഇല്ലം നിറയായിട്ട് ആചരിക്കാറുണ്ട്. നെൽക്കതിർ മുറ്റത്ത് വെച്ച് പൂജിച്ച് പത്തായത്തിലും മച്ചിലും പൂജാമുറികളിലും കതിര് നിറയ്ക്കും. ചിലർ കതിർക്കുലകൾ കെട്ടിയിടും. കർക്കിടകം കഴിഞ്ഞാൽ ഉത്രാടം വരെയും ഉത്തര മലബാറിൽ നിറയുണ്ട്. ഉത്രാടനിറ കാസർഗോഡിൻ്റെ പ്രത്യേകത കൂടിയാണ്. തെക്കൻ തിരുവിതാംകൂറിലാണെങ്കിൽ ഓണത്തിന് നെല്ലിൻ്റെ പിറന്നാളാണ്. ചിങ്ങത്തിലെ മകം ഇങ്ങനെ ആചരിക്കുന്നവരുണ്ട്. കന്നിയിലെ മകവും പിറന്നാളായിട്ട് കൊണ്ടാടും. നിറ പോലെ തന്നെ അതിൻ്റെ ചടങ്ങും. നെല്ലിനെ ഒഴുകുന്ന വെള്ളത്തിൽ കുളിപ്പിച്ച് ആഘോഷപൂർവ്വം വീട്ടുമുറ്റത്തേക്ക് എത്തിച്ച് ചന്ദനമണിയിച്ച് പൂജിക്കുന്ന ചടങ്ങുണ്ട്. നിറയ്ക്ക് ശേഷം ആദ്യത്തെ വിളവെടുപ്പിൻ്റെ പുന്നല്ലരി കൊണ്ട് ആഹാരം ഉണ്ടാക്കുന്നതാണ് പുത്തരി നിവേദ്യം. പുത്തരി പായസം, പുത്തരിച്ചോറ്, പുത്തരി അവൽ എന്നിവയും ഉണ്ടാകും. ഗുരുവായൂർ, ശബരിമല, ഹരിപ്പാട് ക്ഷേത്രങ്ങളിൽ നിറപുത്തിരി ചടങ്ങുകൾ പ്രശസ്തമായി നടക്കുന്നു. ഓണക്കൊയ്ത്തിൻ്റെ ഈ പുത്തരി ഉണ്ടായിരുന്നു പണ്ടത്തെ ഓണസദ്യകൾ. ഒപ്പം മറ്റു വിളകളുടെ വിളവെടുപ്പും ആഘോഷത്തിന് മാറ്റുകൂട്ടും. ഇതിൽ നമുക്ക് തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പ്രധാന ആചാരമാണ് തിരുവോണനാളിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഓണവില്ല് സമർപ്പണം. അനന്തശായിയായ ശ്രീ പത്മനാഭസ്വാമിക്ക് പള്ളിവില്ലെന്ന ഓണവില്ല് സമർപ്പിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രശില്പി പാരമ്പര്യത്തിൽപ്പെട്ട വിശ്വകർമ്മ കുടുംബമാണ്. ചിങ്ങമാസത്തിലെ തിരുവോണനാൾ പുലർച്ചെ സമർപ്പിക്കുന്ന ചടങ്ങ് ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളതാണ്. പള്ളിവില്ലെന്ന ഓണവില്ല് സമർപ്പിക്കുന്നതിന് പിന്നിൽ ഒരൈതിഹ്യമുണ്ട്. കേരളത്തിലെ പ്രജകളെ കാണാനെത്തുന്ന മഹാബലി ചക്രവർത്തിക്ക് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ വരച്ചു കാട്ടാനാണത്രേ ഈ വില്ല് ഉപയോഗിക്കുന്നത്. ഇതിൽ പിന്നിലെ സങ്കല്പം രസകരമാണ്. മഹാബലി ചക്രവർത്തിക്ക് ത്രിവിക്രമനായ വാമനൻ പാദദീക്ഷ നൽകി പാതാള ലോകത്തിലേക്ക് ഇന്ദ്രപദവിയിലേക്ക് ഉയർത്തി അവിടേക്ക് അയച്ച സമയത്ത് മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഭക്തവത്സലനായ ഭഗവാൻ മഹാബലി ചക്രവർത്തിക്ക് വിശ്വരൂപ ദർശനം നൽകുന്നു. എന്നാൽ ഈ ദർശനത്തിനൊപ്പം ഇനി അങ്ങോട്ട് എക്കാലവും അവതാരങ്ങളും അതുമായി ഉണ്ടാകുന്ന ഉപകഥകളും കാണണമെന്ന് ആഗ്രഹവും മഹാബലി മുന്നോട്ട് വയ്ക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ ഉത്തമ ഭക്തനായ മഹാബലി ചക്രവർത്തിയുടെ ആഗ്രഹം സാധിപ്പിക്കുവാനായിട്ട് വിശ്വകർമ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി. സൃഷ്ടികാരകനായ വിശ്വകർമ്മദേവൻ കാലാകാലങ്ങളിൽ അവതാരങ്ങളെല്ലാം തൻ്റെ ആളുകളെ കൊണ്ട് ചിത്രങ്ങളായി വരച്ച് ഭഗവത് സന്നിധിയിൽ വരുന്ന മഹാബലിക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വാക്ക് നൽകുന്നു. വിശ്വകർമ്മജർ ഇന്നും ആ വാക്ക് പാലിക്കുന്നു. അങ്ങനെ നടക്കുന്നൊരു ചടങ്ങാണ് പത്മനാഭസ്വാമിക്ക് ഓണവില്ല് സമർപ്പണം. കലാഭംഗി നിറഞ്ഞതാണ് ഓണവില്ല്. വിശ്വകർമ്മദേവനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ അതിവിശിഷ്ടമായ ചിത്രരചന ഏറെ പ്രത്യേകതകളുള്ളതാണ്. വില്ല്, ആകൃതിയുള്ള പലകയിൽ മഹാവിഷ്ണുവിൻ്റെ വീരശയനം, അവതാരകഥകൾ എന്നിവയാണ് വരയ്ക്കുന്നത്.
വിനായകൻ, ശ്രീകൃഷ്ണലീല, ദശാവതാരം, അനന്തശയനം, ശ്രീരാമ പട്ടാഭിഷേകം, ശാസ്താവ് എന്നിങ്ങനെ 6 തരം വില്ലുകളാണ് തയ്യാറാക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ സൗമ്യഭാവമുള്ള അവതാരകഥകൾ ചിത്രീകരിക്കുന്ന ഓണവില്ല് പഞ്ചവർണ്ണങ്ങളിലാണ് ചിത്രീകരിക്കുന്നത്. മിഥുനമാസത്തിൻ്റെ അവസാനത്തിൽ നല്ല ദിവസവും തിഥിയും സമയവും ഒക്കെ നോക്കിയാണ് വില്ല് നിർമ്മാണം ആരംഭിക്കുന്നത്. ഇതിനായിട്ട് 41 ദിവസം വ്രതം എടുത്താണ് വിശ്വകർമ്മജർ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കടമ്പ്, മഹാഗണി തുടങ്ങിയ ദേവഗണത്തിൽപ്പെട്ട തടിയിലാണ് ഇവ നിർമ്മിക്കുന്നത്. 4.5 അടി, 4 അടി, 3.5 അടി അളവുകളിൽ ഈ മരങ്ങളുടെ പലകകൾ അറുത്താണ് വില്ല് പണിയുന്നത്. മതിലകം രേഖയിൽ പറയുന്നത് പ്രകാരം കൊല്ലവർഷം 677 ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ സമയം മുതൽ ഓണവില്ല് സമർപ്പണവും നടക്കുന്നതായിട്ടാണ് കണക്ക്. തിരുവോണനാളിൽ പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ ഓണവില്ല് സമർപ്പിക്കുന്നത്. 3 ദിവസം വില്ല് ചാർത്തിയാകും പൂജ. ഈ ദിവസങ്ങളിൽ പത്മനാഭ ദർശനത്തിനെത്തുന്നവർക്ക് ഓണവില്ലുകൾ കാണാം. തിരുവോണനാളിൽ 6 ജോഡി വില്ലുകളാണ് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠകളിൽ ചാർത്തപ്പെടുന്നത്. തിരുവോണം, അവിട്ടം, ചതയം ദിവസങ്ങളിലെ ക്ഷേത്രപൂജകൾക്ക് ശേഷം ഓണവില്ല് തിരുവിതാംകൂർ രാജകുടുംബത്തിന് കൈമാറും. 1 വർഷക്കാലം രാജകുടുംബത്തിലെ പൂജാമുറിയിൽ ഈ വില്ല് സൂക്ഷിക്കും. ഇതാണ് ആചാരം. പൂജ നടത്തിയ ഓണവില്ല് വീട്ടിൽ സൂക്ഷിച്ചാൽ ഐശ്വര്യം വർദ്ധിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ക്ഷേത്രത്തിൽ പണമടച്ചാൽ വില്ല് ലഭിക്കും. ചുവന്ന ചരടും തുഞ്ചലവും കെട്ടി സുന്ദരമാക്കിയ വില്ല് വാങ്ങിക്കാൻ ഇപ്പോൾ വളരെ തിരക്കാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തച്ചന്മാരുടെ കുടുംബമായതിനാൽ കരമന മേലാറന്നൂർ വിളയിൽ വീട്ടിൽ കുടുംബത്തിനാണ് ഓണവല്ലിങ്ങിൻ്റെ നിർമ്മാണത്തിനുള്ള അവകാശം. ഓണവില്ല് ശ്രീ പത്മനാഭന് സമർപ്പിക്കുന്ന ദിവസം ഉത്രാടനാൾ കരമന മേലാറന്നൂർ വിളയിൽ വീട്ടിൽ ദേവസ്ഥാനത്ത് ഉത്രാട പൂജ ഉണ്ടായിരിക്കും. അന്നേ ദിവസം രാവിലെ 10 മണി മുതൽ രാത്രി 9 വരെ ഭക്തജനങ്ങൾക്ക് ഓണവില്ല് ദർശിച്ച് തൊഴാൻ സൗകര്യമുണ്ടായിരിക്കും. കുലാചാരപ്രകാരമുള്ള വില്ല് പൂജ ഉത്രാടനാൾ വൈകിട്ട് ആരംഭിക്കും. രാവിലെ ശുഭമുഹൂർത്തമൊക്കെ നോക്കിയാണ് ഭഗവാന് ഓണവില്ല് സമർപ്പിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കൊടിമര ചുവട്ടിലാണ് ഈ സമർപ്പണം നടക്കുന്നത്. കൊച്ചി രാജാക്കന്മാർക്ക് അത്തച്ചമയം വളരെ പ്രധാനമാണ്. എറണാകുളത്ത് തൃപ്പൂണിത്തറയിൽ ഓണത്തിൻ്റെ ഭാഗമായിട്ട് അത്തനാളിൽ നടക്കുന്ന ആഘോഷമാണ് അത്തച്ചമയം. കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക ഓണാഘോഷത്തിലെ ഒരിനമാണിത്. തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഓണപ്പതാക ഉയർത്തുന്നതോടെയാണ് ഇതിന് തുടക്കമാവുന്നത്. കേരളത്തിലെ മിക്കവാറും എല്ലാ നാടൻ കലാരൂപങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനുള്ള അപൂർവ അവസരം നൽകുന്ന ഒരു സാംസ്കാരിക ഉത്സവം കൂടിയാണ് അത്തച്ചമയം. 10 ദിവസത്തെ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന മഹത്തായ ആഘോഷമാണിത്. എല്ലാ വർഷവും മലയാള മാസമായ ചിങ്ങത്തിലെ അത്തം നക്ഷത്രത്തിൽ കൊച്ചിയിലെ രാജാവിൻ്റെ വിജയത്തെ അനുസ്മരിക്കുന്ന ഒരു ഐതിഹാസിക ചടങ്ങിന് കൊച്ചിക്കടുത്തുള്ള തൃപ്പൂണിത്തുറ സാക്ഷ്യം വഹിക്കുന്നു. രാജാവിൻ്റെയും പരിവാരങ്ങളുടെയും പ്രതിനിധീകരിക്കുന്ന ഗംഭീരമായ ഒരു ഘോഷയാത്രയുണ്ട്. ആനകൾ, ഫ്ലോട്ടുകൾ, വാദ്യമേളങ്ങൾ, വൈവിധ്യമാർന്ന നാടൻ കലാരൂപങ്ങൾ എന്നിവ ഇതിനോടൊപ്പം കാണാം. ഇനി കണ്ണൂർ പ്രദേശത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ ഓണത്തെയ്യത്തിനാണ് പ്രാധാന്യം. ചിങ്ങത്തിലെ ഉത്രാടം, തിരുവോണം നാളുകളിൽ ഓണത്തെയ്യം അഥവാ ഓണത്താർ തെയ്യം കെട്ടും. മുഖത്ത് തേപ്പും ചെറിയ മുടിയും വലത് കൈയിൽ മണിയും ഇടത് കൈയിൽ ഓണവില്ലും ആയിട്ട് ഇവർ വീടുകൾ തോറും കൊട്ടിപ്പാടി എത്തും. ഇനി ഓണത്തിന് വടക്കേ മലബാറിൽ ചെന്നാലോ, അവിടെ പ്രധാനം ഓണപ്പൊട്ടനാണ്. ഓണം എത്തുമ്പോൾ കൂടെ ഓണപ്പൊട്ടനും വരും. ചായം തേച്ചും ആടയാഭരണങ്ങൾ അണിഞ്ഞും താടി വെച്ച് കുരുത്തോല കെട്ടിയ കുട ചൂടി ഓണപ്പൊട്ടൻ എത്തും. ഓണപ്പൊട്ടൻ ഓടിയെത്തിയാൽ ആദ്യം അരി നൽകണം. പാടത്ത് വിതച്ച് കൊയ്ത നെല്ലിൻ്റെ പുത്തരി ആദ്യം ഓണപ്പൊട്ടന് നൽകിയാൽ കാർഷികാഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവുമെന്ന് വിശ്വാസം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരമാണിത്. പിന്നെ തൃശ്ശൂർ, എറണാകുളം ജില്ലയിൽ പുലികളി പ്രധാനമാണ്. 4-ാം ഓണത്തിൻ്റെ അന്ന് വൈകിട്ടോടെയാണ് ഇവിടെ പുലികളിക്ക് തുടക്കമാവുക. പിന്നെ ആറന്മുളയിലോട്ട് ചെന്നാൽ അവിടെ പ്രധാനം വള്ളസദ്യയാണ്. രുചിപ്പെരുമ കൊണ്ടും ഭക്തരുടെ ബാഹുല്യം കൊണ്ടും പേര് കേട്ടതാണ് ആറന്മുള വള്ളസദ്യ. തിരുവോണത്തോണിക്ക് അകമ്പടിയായെത്തുന്ന പള്ളിയോടക്കാർക്കായിട്ട് വഴിപാടെന്ന രീതിയിലാണ് ഓരോ വർഷവും വള്ളസദ്യ നടത്തുന്നത്. മധ്യ തിരുവിതാംകൂറിൻ്റെ രുചിയുടെ ഉത്സവം കൂടിയാണിത്. വഴിപാട് സമർപ്പിച്ചാൽ പള്ളിയോടക്കരയിൽ നിന്ന് അനുവാദം വാങ്ങിയാണ് സദ്യയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങുക. വള്ളസദ്യ വഴിപാട് നടത്തുന്ന ഭക്തൻ അന്നേ ദിവസം രാവിലെ ആറന്മുള ക്ഷേത്രത്തിലെത്തി കൊടിമര ചുവട്ടിൽ നിറവറ സമർപ്പിക്കുന്നതോടെ വള്ളസദ്യ ചടങ്ങുകൾ തുടങ്ങും.
ഒരു പറ ദേവനും ഒരു പറ പള്ളിയോടത്തിനും എന്നാണ് സങ്കല്പം. വള്ളപ്പാട്ടിലൂടെ ആയിരിക്കും സദ്യയുടെ വിഭവങ്ങൾ വിളമ്പാൻ ആവശ്യപ്പെടുക. ആദ്യമിലയിൽ 48 വിഭവങ്ങൾ കാണും. അതിനുശേഷം വിഭവങ്ങളാണ് പാട്ടും പാടി ചോദിച്ചു വാങ്ങുന്നത്. 63 ഇനം കറികൾ ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ സദ്യയാണ് ആറന്മുള വള്ളസദ്യയിൽ ഉൾപ്പെടുന്നത്. വിളമ്പുന്നതിനും ഉണ്ണുന്നതിനും ക്രമവും ചിട്ടകളുമുണ്ട്. തൊട്ടുകൂട്ടുന്ന കറികൾ, കൂട്ടുകറികൾ, ചാറുകറികൾ എന്നിങ്ങനെ 3 ഭാഗങ്ങളായാണ് വള്ളസദ്യയുടെ കറികൾ. സാമ്പാർ ഒഴിച്ചു കഴിഞ്ഞാൽ പായസം വിളമ്പുന്ന രീതി ആറന്മുള വള്ളസദ്യയിൽ പതിവാണ്. പരിപ്പ്, പുളിശ്ശേരി, കാളൻ, അവിയൽ, ഓലൻ, എരിശ്ശേരി, കൂട്ടുകറി, പച്ചടി, കിച്ചടി, മെഴുക്കുപുരട്ടികൾ, തോരനുകൾ, അച്ചാറുകൾ എന്നിങ്ങനെ 70ഓളം വിഭവങ്ങളാണ് വള്ളസദ്യയിൽ ഉണ്ടാവുക. എല്ലാ വർഷവും കർക്കിടകം 15 മുതൽ കന്നി 15 വരെ ആറന്മുള വള്ളസദ്യ നടക്കാറുണ്ട്. ഇനി തിരുവോണത്തവണയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാട്ടൂർമനയിലെ കാരണവർ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് ആറന്മുള ക്ഷേത്രത്തിൽ സദ്യ തയ്യാറാക്കി എത്തിച്ചിരുന്നു. ഇങ്ങനെ ആറന്മുള ക്ഷേത്രത്തിലേക്ക് തിരുവോണ സദ്യ എത്തിച്ച വഞ്ചിയാണ് പിന്നീട് പ്രസിദ്ധമായ തിരുവോണത്തോണിയായിട്ട് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഓണം കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ എടുത്തു കാണിക്കുന്നു എന്നുള്ളത് വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. ജനതയുടെ സംസ്കാരത്തിൻ്റെ സവിശേഷതകളെ അവരുടെ ഉത്സവാഘോഷങ്ങളിൽ കാണാൻ കഴിയും. മലയാളികളുടെ ജനഹൃദയങ്ങളിൽ ഇത്രയേറെ ആഴത്തിൽ പതിഞ്ഞ ഉത്സവമാണ് ഓണം. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഇങ്ങനെ ഓണത്തിന് അതിൻ്റേതായ മാറ്റ് വളരെയേറെയാണ്. എത്ര ഓണക്കാലം കഴിഞ്ഞാലും മലയാളികൾക്ക് ഓർക്കാൻ ഒരു ഓണക്കഥയുണ്ടാവും. മലയാളികൾക്കിടയിൽ അത്രയധികം ആഴമുണ്ട് ഓണം എന്ന ഉത്സവത്തിന്. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ പലയിടങ്ങളിലുമുള്ള മലയാളികൾ ഓണം കെങ്കേമമായിട്ട് ആഘോഷിക്കുന്നു. എന്ന വാക്ക് വന്നത് ആവണം എന്ന വാക്കിൽ നിന്നാണെന്ന് പറയുന്നു. ആവണം എന്ന വാക്ക് സാവണം എന്ന വാക്കിൽ നിന്നും, സാവണം എന്ന വാക്ക് വന്നത് ശ്രാവണം എന്ന വാക്കിൽ നിന്നുമാണ്. ചിങ്ങമാസത്തിൻ്റെ സംസ്കൃത രൂപമാണ് ശ്രാവണം. ഇതേപ്പറ്റി കവി പി. കുഞ്ഞിരാമൻ നായർ പാടിയിരിക്കുന്നത്: ഓണമലരുകൾ താണുനിന്ന് കാണിക്ക വയ്ക്കും വരമ്പിലൂടെ, പൊന്നുഷ സന്ധ്യ പ്രഭയിൽ മുങ്ങി വന്നുപോയി ചിങ്ങമാസം. ഓണത്തിൽ പറ്റി പറയുകയാണെങ്കിൽ അത് ധാരാളമുണ്ട്. എന്നാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതിനെപ്പറ്റി പറയുകയാണ് ഇവിടെ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. നന്ദി, നമസ്കാരം.